അപ്പൊ ഈ ഇപ്പൊ ഫിലോസഫി ഒക്കെ ആണല്ലോ ബേസ്. അപ്പൊ അതില് ആ ഒരു ഫിലോസഫിനെ പറ്റിയിട്ട് ഞങ്ങളോട് ഫിലോസഫിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രായോഗികമായിട്ടുണ്ട്. സ്റ്റോയിസിസം എന്ന് പറയും. എനിക്കത് ഇല്ല, നമ്മൾ ഇമോഷണൽ ആവാതെ ചില ഇപ്പൊ സന്തോഷത്തിന് വരുമ്പോൾ ഭയങ്കര സന്തോഷം, ദുഃഖം വരുമ്പോൾ ഭയങ്കര ദുഃഖം, അതല്ലാതെ മിഡിൽ പാത്ത്, അത് നല്ലൊരു ഐഡിയ ആണ്. പിന്നെ നാച്ചുറലിസം എന്ന സംഭവമുണ്ട്. നമ്മൾ ഈ മനുഷ്യരെ മാത്രമല്ല, ഈ പ്രകൃതിയിലുള്ള പ്ലാന്റ്സ് ആനിമൽസ് എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ഒരു ബ്രോഡായിട്ടുള്ള അപ്രോച്ച് നാച്ചുറലിസം എന്ന് പറയും. അതും വേണം. ഈ ക്രിസ്ത്യാനിറ്റിയിലുള്ള കുഴപ്പമാണ് മൃഗങ്ങളെ കൊല്ലുന്ന നമ്മുടെ ഫുഡാണ് അത് പറഞ്ഞത്. അപ്പോൾ ആ പ്രകൃതി പ്ലാന്റ്സും ആനിമൽസും മനുഷ്യരെ എല്ലാം കമ്പൈൻ ചെയ്ത നാച്ചുറലിസം പറയും. അതും വേണം. അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ ഫിലോസഫി ആപ്ലിക്കേഷൻ വരാത്ത സ്ഥലമില്ല. എല്ലാ സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, ലൈഫിലെ എല്ലാ ഫേസിലും ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും അധികം ആൾക്കാർ റിസ്ട്രിക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ സെർച്ച് ഫോർ ട്രൂത്ത് ആയതുകൊണ്ട് കള്ളന്മാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതും അക്കാഡമിക്സിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. കാരണം ഇത്രയും ആപ്ലിക്കേഷനിൽ വേറെ സബ്ജക്റ്റ് ഇല്ല. കാരണം എല്ലാം ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അത് റിവൈവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. PhD ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് മെയിൻ സബ്ജക്റ്റ് ഫിലോസഫി ഓഫ് സയൻസ് ആണ്. ഞാൻ ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്, പിന്നെ മാസ്റ്റേഴ്സ് ഫിലോസഫി ചെയ്തു. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് പോയതാണ്. സ്കോളർഷിപ്പ് ഫിലോസഫിയിലുണ്ട്, പുറത്തുള്ള അമേരിക്ക ഫുൾ ബ്രൈറ്റ് കുറേ സ്കോളർഷിപ്പിലുണ്ട്. എനിക്കിപ്പോൾ സ്കോളർഷിപ്പ് ഉണ്ട് ഉണ്ട്. പക്ഷേ വീട്ടിലെ പേഴ്സണൽ ചില കാര്യം കൊണ്ടേ ഇവിടെ നിൽക്കണം, മദറിനെ നോക്കാൻ വേണ്ടിയാണ്. എനിക്കിപ്പോൾ IIT അഡ്മിഷൻ കിട്ടിയ അന്ന് പോകാനാണ്. IIT പോയെങ്കിൽ കേംബ്രിഡ്ജോ അവിടെ ഉള്ള എത്തിയത്. അപ്പോൾ ഈ മദറിൻ്റെ കാശ് യൂറോപ്പ് US പോകണമുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും പഠിച്ച് അല്ലേ, ഇത്ര PhD ലെവൽ നോളജ് എല്ലാത്തിലും കാര്യത്തിലും യു ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഇങ്ങനെ പഠിച്ച ഒരാള് ഇങ്ങനെ ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഒരു കോമാളി ആക്കിയതാണ്, ആയതല്ല. ഓക്കെ, ആ ഒരു എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അവർക്ക് അറിയില്ല. ഇപ്പൊ എന്നെ കളിയാക്കി കൊണ്ട് പെൺകുട്ടികളൊന്നും തന്നെ ആദ്യത്തെ ആറാടിക്കാനും മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് യൂട്യൂബ് ചാനലിലെ കാര്യമോ 31K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫേസ്ബുക്കിൽ 42, ഇതൊന്നും പലർക്കും അറിയുള്ളൂ ഇല്ല. ഇതിപ്പോ പല മീഡിയയും പല ആൾക്കാരും നമ്മളെ ആ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ആക്ടർ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ നമ്മൾ പുറകെ വെയിറ്റ് ചെയ്യാം. ആ സെലിബ്രിറ്റി സംസാരിച്ച് വേറെ ആൾ വരാൻ വേണ്ടി. ഇവരെന്താ കാണിക്കും, ഞാൻ ആ സെലിബ്രിറ്റി വായി നോക്കി അവിടെ ഇരിക്കുകയാണ് പറഞ്ഞാൽ എന്ത് ചെയ്യാം. ആ സെലിബ്രിറ്റി വേറെ ആൾ സംസാരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ സംസാരിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്രൊജക്റ്റിന് എന്താണ്, നമ്മൾ വായി നോക്കിയിരിക്കുകയാണ് ആ സെലിബ്രിറ്റി. ഇങ്ങനെയുള്ള ഒരുപാട് മാനിഫെസ്റ്റേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ മീഡിയ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം അവർക്ക് വയറ്റിൽ പോയപ്പോൾ ജീവിക്കണം. അവർ ഇപ്പം നല്ലതാണ് ആൾക്കാർക്ക് വേണമെങ്കിൽ അവർ നല്ലത് കാണിച്ചാണ്, നെഗറ്റീവ് കാണിക്കുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ബൈബിൾ പറഞ്ഞു വിശന്ന് കെട്ടാൽ കുഴപ്പമില്ല, ആ ഒരു അവസ്ഥയാണ്. നെഗറ്റീവ് ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നെ നെഗറ്റീവായിട്ട് കാണിച്ചിരിക്കുന്നത്, കോമാളിയെ കാണിച്ചിരിക്കുന്നത്. പെരേരയുടെ പല കോമാളിത്തരം കാണിച്ചാണ് കോമാളിയായത്. ഞാൻ ഒന്നും കാണിക്കാതെ കോമാളിയായത് അല്ല. അതെല്ലാം വളരെ ബ്ലാൻഡ് അല്ല, പെരേര ബ്ലാൻഡ് ആണ്. ഞാൻ നാച്ചുറലായിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ അമേസിംഗ് ഉണ്ടെന്ന് അങ്ങനെയാ പറഞ്ഞ ഒരു മമ്മൂട്ടി ഫാനാണ് പുള്ളി. നാച്ചുറലി പറഞ്ഞു, പുള്ളി അതേപോലെ പോയി. എന്നാലും ഇപ്പൊ ഈ ഒരു ആറാടുകയാണെന്ന് പറഞ്ഞ ശേഷം പിന്നെ പുതിയ വേർഡ് പോലെയാണ്. പണ്ട് ചെത്തായിരുന്നു, പിന്നെ അടിപൊളിയായി, പിന്നെ ഇപ്പൊ ആറാടുകയാണ്. ഫുട്ബോൾ ലീഗിന് പോലും പറയണ്ടായി. ഇപ്പൊ ആ ഒരു വേർഡ് അതിനുശേഷം പിന്നെ ആറാട്ടണെന്ന് വന്നു, പിന്നെ പെരേര വന്നു, അങ്ങനെ ഓരോരുത്തരായിട്ട്. അപ്പൊ ഈ റിവ്യൂ ശരിക്ക് റിവ്യൂ അല്ല നടക്കുന്നത്. അതാ ഞാൻ ചോദിക്കാൻ ഒരു വേറെ കോമാളിത്തരമാണ്. ഓരോ ആഴ്ച പുതിയ പുതിയ ആൾക്കാർ വരിക. ഇവര് റിവ്യൂ ഒന്നും കാണിക്കുന്നില്ല. കിംബോയ് പോയ ആൾക്കാർ കൈകാല ആക്ഷൻ കാണിക്കുക. എന്ത് റിവ്യൂ ആണ്? ഇവർക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവിടെ നടക്കുന്ന ശുദ്ധ കോമാളി. അത് തുടക്കം കുറച്ച് പേരെ തന്നെയാണ് കോമാളത്തെ കാണിച്ചത്. റിവ്യൂ ഒന്നും നടക്കണം. ഈവൻ ഇപ്പൊ അശ്വൻ ഗോക്കിന്റെ റിവ്യൂ ആൾക്കാർക്ക് ഇപ്പൊ ഉണ്ണി വ്ലോഗ് റിവ്യൂവിനെക്കാട്ടും ഇഷ്ടം അശ്വൻ ഗോക്ക് റിവ്യൂ. കാരണം അശ്വൻ ഗോക്ക് കുറച്ച് കോമാളത്തെ കാണിക്കും. ഇതല്ലേ, കാരണം ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ അവർക്കൊരു എന്റർടൈൻമെന്റ് പോലെയായി മാറിയിരിക്കുകയാണ്. അല്ലാതെ പടത്തെക്കുറിച്ചുള്ള അഭിപ്രായമോ അതിന്റെ വിശകലനോ റിവ്യൂ ഒന്നല്ല. ഇപ്പൊ ആറാട്ടന് എപ്പോഴും എന്താണോ ശരിക്കത്തെ റിവ്യൂ അത് തന്നെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സിനിമയെ നന്നായി കാണിക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അല്ല അങ്ങനെയല്ല. എന്റെ അഭിപ്രായം നിഷ്പക്ഷമായിട്ട് എന്റെ അഭിപ്രായം പറയാറുണ്ട്, പോസിറ്റീവായിട്ട്. അല്ലാതെ ഞാൻ ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയും കാശ് വാങ്ങിച്ചിട്ടില്ല. ഇതുവരെ റിവ്യൂവിന് കാശ് വാങ്ങിച്ചിട്ടില്ല, ഇന്റർവ്യൂവിന് വാങ്ങിച്ചിട്ടില്ല. അല്ല, ഇനിയിപ്പോ അവസരങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറഞ്ഞാല് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണ്ടെന്നാ പറഞ്ഞത്. എപ്പോഴും എന്താണ് സത്യം എനിക്ക് തോന്നിയ അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ ആർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പലപ്പോഴും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പല ആൾക്കാർ റിവ്യൂ കൊടുക്കാൻ പെരേര ഉൾപ്പെടെ പലരും റിവ്യൂ കൊടുക്കുന്നത് പോസിറ്റീവ് മാത്രമാണ്. ഒരു എത്ര മോശപ്പെടാണെങ്കിലും പോസിറ്റീവ് കൊടുക്കും. ശരിക്കും അങ്ങനെ കൊടുക്കുന്നത് ശരിയാണ്. അത് ജനങ്ങളെ പറ്റിക്കുകയാണ് ആക്ച്വലി. കാരണം അവർക്ക് സിനിമയിൽ കയറണം, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സിനിമയിൽ കയറണം, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവർ പോസിറ്റീവ് പറയാണ്.
പക്ഷെ അത് ജനങ്ങളെ ബാധിക്കുന്നു. അവർ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.